ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഇന്ന് നല്ലൊരു മുളക് ചമ്മന്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ, അതിനായിട്ടാണ് ഞാൻ ഒരു മുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് ചുവന്ന മുളകും എടുത്തിട്ടുണ്ട്. നല്ല ചമ്മന്തിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ രുചിയാണിത് കഴിക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 5 മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുപ്പിൽ ചുട്ടിട്ടാണിത് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ ധ്യാൻ ദേവ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റോ ലൈക്കോ ഷെയറോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ചുവന്ന വലിയ മുളകാണ്. ഞാൻ ഒരു 5 മുളകാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും മതിയാവും നമുക്ക്. ആ ഒരു മുറി തേങ്ങയിലേക്ക് ഇത്രയും മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവ് നമുക്ക് ആവശ്യമില്ല, അത്രയും എരിവ് മതി. ഒരുപാട് എരിവായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. പിന്നെ ആ തേങ്ങയിലേക്ക് ആവശ്യമുള്ള അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുഞ്ഞുള്ളിയാണ്. കണ്ടോ, ഞാനൊരു 5-6 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും അങ്ങനെ തന്നെ, ഒരുപാട് ഉള്ളി വേണ്ട. ഒരുപാട് ഉള്ളി കൂടിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കാം. ഈ മുളക് കണ്ടോ, നന്നായി നല്ല കനലുള്ള അടുപ്പിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നന്നായി പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ ചുടാൻ പറ്റും. കണ്ടോ, വേഗം തന്നെ ഇത് എടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കണ്ടോ, എനിക്ക് നന്നായിട്ടിത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഫുള്ളായിട്ടൊന്നും അത് കരിഞ്ഞു പോയിട്ടില്ല. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു മുറി തേങ്ങയാണ് ഈ എടുത്ത തേങ്ങയും ഇതാ 5 മുളക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് ഉള്ളി, കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. കണ്ടോ, അത്രയും പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്ര മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. കണ്ടോ, ഒരു സ്പൂൺ ഇത്രയും ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കൂടുതലായാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അളവനുസരിച്ച് മാത്രം നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചിരവി എടുക്കാനുണ്ട്. തേങ്ങ ഇതാ ഞാൻ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. കണ്ടോ, മുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പുളിയും ഉപ്പ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രയും സാധനം. ഇനി നമുക്കിത് ജാറിലേക്ക് മാറ്റി ഒന്ന് അടിക്കാൻ വേണ്ടി എടുക്കാം. കണ്ടോ, ഉള്ളി ഇട്ട് കൊടുത്തു. നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. പുളിയൊന്നും വെള്ളത്തിൽ ചാലിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഇട്ടാൽ മതി. ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഉള്ളിയിലും തേങ്ങയിലും ജലാംശമുള്ളതാണ്. അതുകൊണ്ട് കണ്ടോ, നന്നായി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. എത്ര സിമ്പിളായിട്ടാണ് ഇതുണ്ടാക്കിയത്. വളരെ രുചിയാണിത്. ഇപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കിയത് ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറും. കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ മതി. പിന്നെ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം. കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു കുമ്പളങ്ങ തോരനാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇത്രയും കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ബൗളുണ്ട്. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണിത്. വീട്ടിലുണ്ടായിട്ടുള്ള കുമ്പളങ്ങയാണ്. ഇനി ഇതിലേക്ക് ഇനി എന്താണ് ചേർക്കുന്നത് വെച്ചാൽ കുറച്ച് ഉള്ളിയും കുറച്ച് തേങ്ങയാണ്. ഒരുപാട് തേങ്ങ ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ല. ആ കുമ്പളങ്ങയുടെ ഇല നമ്മൾ വേവിക്കുമ്പോൾ തന്നെ കണ്ടോ വാടി പോകുന്നതാണ്. അതുകൊണ്ട് കുറച്ചേ ആവശ്യമുള്ളൂ. കണ്ടോ, നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊക്കെ അരിഞ്ഞ് ഞാൻ വറവിലേക്ക് ഇട്ടതാണ്. ഒരുപാട് വീഡിയോ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. കണ്ടോ, ഒരു മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ ഇതിന്. അത് ഒരുപാട് വേവൊന്നുമില്ല. ഒന്ന് ചൂടാവുമ്പോൾ തന്നെ ഇത് വാടി വരും. ഇനി നമുക്കിത് ഇറക്കി വെച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ചെറിയ 2 വീഡിയോസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഇവിടെ എടുത്തിട്ടുള്ളത്. കണ്ടോ, ചെറിയ ഉള്ളിയും കുമ്പളങ്ങൊക്കെ നല്ല ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്, തേങ്ങ ഇട്ട് കൊടുത്ത്. അപ്പോൾ എല്ലാവരും എൻ്റെ ധ്യാൻ ദേവ് എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ കൊച്ചു വീഡിയോസാണ്, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.